മെക്സിക്കോയിലെ സിനലോവ പ്രവിശ്യയിലുള്ള ഗാഡലുപ്പ മാതാവിന്റെ നാമധേയത്തിലുള്ള ഇടവക ദേവാലയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട വിശുദ്ധ കുർബാനയടങ്ങിയ സക്രാരിയും മറ്റു തിരുശേഷിപ്പുകളും കണ്ടെത്തി. കഴിഞ്ഞ മെയ് 27-നായിരുന്നു ദേവാലയത്തിന്റെ അൾത്താരയിൽ നിന്നും വിശുദ്ധ കുർബാന അടങ്ങുന്ന സക്രാരിയും തിരുശേഷിപ്പുകളും സാമൂഹ്യ വിരുദ്ധർ കവർന്നത്. ദിവസങ്ങൾ നീണ്ട ആശങ്കകൾക്കൊടുവിലാണ് ഇവ പൂർണ്ണമായും സുരക്ഷിതമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. ക്യൂലിയാക്കൻ രൂപത പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അഹോ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്തു നിന്നാണ് വിശുദ്ധ കുർബാന അടങ്ങുന്ന സക്രാരിയും തിരുശേഷിപ്പുകളും അടക്കമുള്ള വിശുദ്ധ വസ്തുക്കൾ കണ്ടെത്തിയത്. സക്രാരി മോഷ്ടിച്ചവർ അത് ബലപ്രയോഗത്തിലൂടെ തകർക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും അതിനുള്ളിലെ വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഭാഗം തുറക്കാൻ അവർക്ക് സാധിച്ചില്ല. ഭൗതികമായ ശക്തികൾക്ക് മുകളിൽ ദൈവികമായ സംരക്ഷണം ഉണ്ടായതുപോലെ മോഷ്ടാക്കളുടെ കൈകളിൽ നിന്നും തിരുവോസ്തികളും മറ്റു തിരുശേഷിപ്പുകളും യാതൊരു കേടുപാടുകളും കൂടാതെ സുരക്ഷിതമായി അവശേഷിക്കുകയായിരുന്നു. ഈ കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനായി മെക്സിക്കൻ സുരക്ഷാ അധികാരികൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ദിവ്യകാരണത്തിന് നേരെ നടന്ന ഈ നിന്ദ്യമായ അതിക്രമത്തെ തുടർന്ന് ക്യൂലിയാക്കൻ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജോസ് ഡെ ജീസസ് ഹെറേര ക്യൂനസ് കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കത്തോലിക്ക സഭയുടെ കാനോൻ നിയമപ്രകാരമുള്ള കടുത്ത അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചു. ദേവാലയത്തിൽ നടന്ന വിശുദ്ധ വസ്തുക്കളുടെ നിന്ദയ്ക്ക് പരിഹാരമായി മെയ് 31-ന് ബിഷപ്പിന് മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പരിഹാര ബലി അർപ്പിച്ചു. കഠിനമായ ഈ പരീക്ഷണഘട്ടത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും പ്രായശ്ചിത്ത പ്രവൃത്തികളോടും കൂടെ ഒപ്പം നിന്ന എല്ലാ വിശ്വാസികൾക്കും ഇടവക അധികൃതർ നന്ദി രേഖപ്പെടുത്തി. ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹത്തിലും പ്രാർത്ഥനയിലും സഭാംഗങ്ങൾ കൂടുതൽ ഐക്യത്തോടെ നിലകൊള്ളണമെന്ന് ദേവാലയ അധികൃതർ ആഹ്വാനം ചെയ്തു.